ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു രുചിരസ. ഇന്ന് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോടുകൂടിയ ഒരു കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് പുട്ടിൻ്റെയോ ചപ്പാത്തിയുടെയോ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൽ നമ്മൾ തേങ്ങയൊന്നും വറുത്തരയ്ക്കുന്നില്ല. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് കടല ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 7-8 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് മികക്ക വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വേവിക്കുമ്പോൾ നമുക്കിതിനെ ഹൈ ഫ്ലെയിമിലൊന്ന് ഒരു വിസിൽ വരുന്നവരെ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി, അതായത് സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു 15 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കടല നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിന് ഉപ്പ് ചേർക്കാണ്ടാണ് വേവിക്കുന്നത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ താമസം വരും വേവാനായിട്ട്. ഇതിൻ്റെ ആവി മുഴുവൻ തന്നെ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും വെന്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മളുടെ കടല നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു 2-3 സ്പൂൺ കടല എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. നമ്മളുടെ ഗ്രേവി കുറച്ച് തിക്കാക്കാനായിട്ട് നമ്മൾ ഈ കടല തന്നെയാണ് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഒരു 3 സ്പൂൺ കടല നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ചട്നി ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചെങ്കിലും ഇതുപോലെ തിക്കായിട്ട് തന്നെ ഇത് അരഞ്ഞു വരും. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നല്ലോണം പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ബ്രൗൺ നിറാവുന്നവരൊന്നും വഴറ്റുന്നില്ല, പക്ഷേ ചെറിയ തീയിൽ വെച്ചിട്ട് സവാള നല്ലോണം സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇപ്പോൾ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതിയാവും. പിന്നെ നമുക്കിത് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു ബ്രൗൺ നിറാവുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കാം. ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കടലയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. കടലയും കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കറി നല്ല തിക്കായിട്ട് ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയായിട്ട് മാറും. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മൾ കടല വറുത്തരച്ചെടുക്കുന്നത് പോലെ താമസമൊന്നുമില്ല. ഇതൊന്ന് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടല ചേർത്തിട്ട് ആ കട്ടയെല്ലാം നല്ലോണം ഉടയുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കറിക്ക് എത്രമാത്രം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ കടലക്കറി നല്ല തിക്കായിട്ട് കുറുകി വരും. അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ സവാള വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ നല്ലോണം പഴുത്ത ഒരു തക്കാളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വഴറ്റി ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ തക്കാളിയൊന്നും ഇല്ലാണ്ട് തന്നെയാണ് വഴറ്റിയിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളുടെ കറി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരുന്ന് കഴിയുമ്പോൾ, അതായത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് മാറും. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡിയായി. വളരെ ഈസി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.